ഉമ്മ ഈ വാതിലൊക്കെ തുറന്നിട്ട് ഉമ്മയുടെ പോയിരിക്കുക. ഹോസ്പിറ്റലിലേക്ക്. നിന്റെ പാപ്പൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്താ എന്താ സുറത്? ഭ്രാന്ത്. ഷാജുഖാനെ ഓർത്തിട്ടുള്ള ഭ്രാന്ത്. ആ ഭ്രാന്ത് തീരാൻ ഇതാ പറ്റിയ സമയം. നീ എന്ത് വിചാരിച്ചടി എന്നെ പറ്റി? നിന്റെ അഴിഞ്ഞാട്ടൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നീ വന്ന അന്ന് പോലെ ഞാൻ ശ്രദ്ധിക്കാം. ഒരു നോട്ടവും നടപ്പും ചിരിയും സംസാരമൊക്കെ എവിടുന്ന് കിട്ടി നിനക്ക് ഈ കൾച്ചർ? കുഞ്ഞിഷ്ണ മാസ്റ്റർ ചൂരലിനെ പിടിച്ച് തട്ടുംപുറത്ത് ഒളിച്ചിരിക്കുന്ന പഴയ 10 വയസ്സുകാരി സൂറക്കുട്ടിയാ ഇന്നും നീ എനിക്ക്. അന്ന് നിനക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഈ ഷാജുക്ക ഹോംവർക്ക് ചെയ്തു തരണം. ഇന്ന് എവിടുന്ന് കിട്ടി ഈ ധൈര്യം, ഈ തെറിച്ച സ്വഭാവം? ഓവർ സ്മാർട്ട്നെസ് ഒരലങ്കാരമായി കൊണ്ടുനടക്കുന്ന പെൺപിള്ളേരുണ്ട്. ലിപ്സ്റ്റിക്കും ഹൈ ഹീൽഡും മൊബൈലും ഇന്റർനെറ്റും കൊണ്ട് സ്ത്രീ സൗന്ദര്യത്തിന്റെ ഹൈടെക് എക്സിബിഷൻ നടത്തുന്നവർ. പക്ഷേ ചന്ദ്രനിൽ പോയി വന്നാലും പെണ്ണ് പെണ്ണ് തന്നെയാണ്. ആണിന്റെ മനസ്സൊന്ന് തെറ്റിയ ആ നിമിഷം അവൾ പിഴച്ചവളാ. 7 കടലിൽ മുങ്ങി നേർന്നാലും ആ ചീത്തപ്പേര് മാറില്ല. ഓർത്തോ? ഞാൻ ഭാഗ്യമില്ലാത്തോളാം. ഒരുപാട് ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്കിയാ ചിരിക്കും, ചിരിച്ചാൽ തോളത്ത് കൈയിടും. അവന്മാർക്കൊക്കെ ആവശ്യം വസ്ത്രത്തിനകത്തുള്ള പെണ്ണിന്റെ ശരീരമാ. പക്ഷെ അതിനകത്തുള്ള മനസ്സ് കാണാൻ ഷാജുഖാനെ പോലുള്ളവർക്കേ കഴിയൂ. ആ മനസ്സിൽ എന്നെ പോലുള്ളൊരു തെറിച്ച് പെണ്ണിന് സ്ഥാനമില്ല. ഉമ്മ വിഷമിക്കണ്ട. ഇതുപോലൊരു മോനെ കിട്ടിയതിൽ സന്തോഷിക്കുക വേണ്ടത്. ഷാജുഖാന്റെ നല്ല മനസ്സിന് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണിനെ തന്നെ കിട്ടും. അതിന് ഇത്തിരി സമയം എടുത്താലും നമുക്ക് കാത്തിരിക്കാം. ഷാജുഖാന്റെ കല്യാണത്തിന് വേണ്ടിയാ ഈ സുഹറ വേഷം കെട്ടിയത്. ഇനി അത് നടത്താതെ ഞാൻ ഈ തറവാട് വിട്ടു പോവില്ല. പടച്ചോനാണ് സത്യം. റുക്സാന എന്നാ പേര്. അല്ല, ബ്യൂട്ടിഫുൾ പേര്. ഡ്യൂട്ടി അല്ല, ബ്യൂട്ടി. ഓ, ഇജ്ജ് പറഞ്ഞ ബാഞ്ഞോണോ ഞാൻ പറഞ്ഞ ബാ. ഷാജാനെന്താ ഒരു മൂഡൗട്ട്? അത് മൂഡൗട്ടല്ല, അത് ഈ പെൺകുട്ടീനെ കാണാനുള്ളൊരു ലോക്കൗട്ടാ. അതെന്താ ഓളോടെ പോയി? കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയിരിക്കുക, ഇപ്പൊ വരും. അത് ശരി, നീ ആ ഫോൺ എടുത്തേ. ഒരു മിനിറ്റ്. ഹലോ. ആ മോളെ, നീ എവിടെ? ഹലോ ഇക്ക, ഞാൻ വന്നോണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ്. ഞാൻ ബൈപ്പാസ് റോഡ് എത്തി. വേഗം വാ, എല്ലാരും എന്നെ കാത്തിരിക്കേ. ഹലോ പോലീസ്. ഹലോ 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 മോളെ. ഇപ്പെത്തും. ഒഴിവാക്കാനാവാത്ത ക്ലാസ് എത്ര? നേരം കമ്പ്യൂട്ടർ എന്നുള്ള വിചാരമേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. അങ്ങോട്ടടുത്ത് ഇങ്ങോട്ടടുത്ത്. എവിടെ ബുക്കും പേപ്പറും? ന്യൂ രജിസ്ട്രേഷൻ വണ്ടിയാ സർ. ഹെൽമെറ്റ് ഇല്ല, പോരാത്തതിന് മൊബൈൽ ഫോണും. സോറി സർ, ഞാൻ ഐടെക് കമ്പ്യൂട്ടർ സെന്ററിലെ സ്റ്റുഡന്റാ. സ്പെഷ്യൽ ക്ലാസ്സിന് പോയതാ. അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. താൻ ആരായാലും നിയമം തന്നെയാ. ഒരു 1000 രൂപ ഫൈൻ അടിച്ചു പോയെ. സർ, എന്റെ കയ്യിൽ അത്രയും പണമില്ല സർ. പിന്നെ എത്ര രൂപയുണ്ട്? സർ, ഒരു 500 രൂപയുണ്ട്. അതടച്ചു പോ.
അത് ക്ലാസ് കൊടുക്കാനുള്ള സാർ, പ്ലീസ് സാർ. പേര് പറ വേഗം, പേര് പറ. വേടോ എല്ലാം ഉണ്ടോ? എന്താ ഇത്ര വൈകിയത്? എവിടെ എന്റെ പുന്നാരാങ്ങള ഇങ്ങടെ കെട്ടിയോൻ? മെല്ലെ അകത്തന്നെ കാണാൻ ചെക്കനും കുട്ടനും വന്നിട്ടുണ്ട്. വേഗം ചെന്ന് ഡ്രസ്സ് മാറ്. എന്റെ കയ്യിലുള്ള 500 രൂപയും പോയി, മാനവും പോയി. അപ്പഴാ ഒരു പെണ്ണ് കാണല്. ഇക്ക കേക്കണ്ട, നീ ഇങ്ങോട്ട് വേഗം വാ. വന്നേ, പറയുന്നത് കേക്ക്. എങ്ങോട്ടാ? എന്താ മൂക്കടാ. ഞെട്ടിയില്ലേ നീ? ഞെട്ടി പണ്ടോരടങ്ങില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞെട്ടുന്ന്. എന്താ ഒരു സ്വകാര്യം? അത് പിന്നെ ഷാജാന്റെ അഭിപ്രായം എന്താ? ഇവനെന്തീ പെണ്ണുങ്ങളെ കാണാത്ത പോലെ? അതെ, ഞങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ്. ഉള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞ നിങ്ങളുടെ ഞങ്ങളുടെയും സമയം ലാഭം. ഓക്കേതാ ഡബിളൊക്കെ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു? രക്ഷപ്പെട്ടു എന്നല്ല, ഇഷ്ടപ്പെട്ടു. ചക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഓർക്കൊരു മിണ്ടാനും പറയാനും ഉണ്ടെങ്കിൽ. ആ അതും ശരിയാ. എന്താ മോളെ? മിണ്ടാനും പറയാനും എനിക്കൊന്നുമില്ല. കാരണം എനിക്ക് ഇയാളെ ഇഷ്ടായില്ല.